അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള VSC പോർട്ടോ മറീന. അപ്പം ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ എന്താ നല്ല വ്യൂ ഒന്ന് നോക്കി. ഇവിടെ വെച്ചിട്ടാണ് മോൻ്റെ ബർത്ത്ഡേ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഫാമിലിയിലെ മെമ്പേഴ്സിനെ എല്ലാം കൂട്ടി നമുക്കൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം കഴിക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കഴിക്കാം. നമ്മൾ ഫാമിലി മാത്രമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ആഘോഷം. അത് വേറെ ഒന്നുമില്ല, പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഹോട്ടൽ വരുന്നത്. ഒരു 1.5 കിലോമീറ്ററിനകത്തായിട്ടാണ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് കേട്ടോ. നമ്മൾ സിറ്റിയിൽ പോയി ഒരുപാട് എക്സ്പെൻസൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് തൊട്ടടുത്ത് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുന്ന ഇങ്ങനെ ഒരു ഹോട്ടൽ കിട്ടിയപ്പോൾ ഇവിടെ വെച്ച് ബർത്ത്ഡേ ആകാമെന്ന് തീരുമാനിച്ചു. ഇവിടെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് അവർ മുൻകൂട്ടി ടൈം തന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞു ആ ടൈമിൽ വരിക, അപ്പോൾ ഇവിടെ ആരും കാണത്തില്ല, നമുക്ക് ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ഉള്ളത് VSC പോർട്ടോ മറീനയിലാണ്. നമ്മുടെ പനേറക്കുന്നിനും ബാലരാമപുരത്തിനും ഇടയ്ക്കാണ് ഇതിൻ്റെ സ്പോട്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വേറെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ചെറിയൊരു ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് ഇത്രയും പേരുള്ളത്. ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ഇവൻ്റെ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കുക അല്ലടാ. അപ്പോൾ ഇവന്മാരുടെ നമുക്ക് 2 പേർ കൂടാണ് ആഘോഷിക്കുന്നത് കേട്ടോ. കാരണം ഒരാൾക്ക് മാത്രമല്ല, 2 പേരെ കൊണ്ട് കേക്ക് കട്ടി അവൻ്റെ ബർത്ത്ഡേക്ക് ഇവൻ കട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വലിയ രീതിക്കില്ലായിരുന്നു. നമുക്ക് ഇപ്രാവശ്യമാണ് ഞങ്ങൾ എല്ലാം ഒന്ന് വെളിയിൽ പോയി ഒന്ന് കൂടിയാലോ ഒന്ന് ആലോചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുലുവിലായിരുന്നു അല്ലേ? ലുലുവിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഇങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ സൗകര്യത്തിന് ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ വന്നു. നമ്മുടെയൊക്കെ പിറന്നാളെന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവുക, എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. ആഗ്രഹങ്ങളുണ്ടായിരുന്നാലും ഉള്ളിൽ ഒതുക്കി വെച്ച് നടക്കുന്ന കാലമായിരുന്നു അത്. അപ്പോൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ത്രീലോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓരോരുത്തർ കേക്ക് കട്ട് ചെയ്തു. അച്ഛനെ കൊടുക്ക ചിത്തു, അച്ഛനെടുത്ത് കൊടുക്ക, അച്ഛനെടുത്ത് കൊടുക്ക, അച്ഛനെ കൂടെ വായിൽ വെച്ചു അമ്മയ്ക്ക് കുറച്ച് അമ്മയ്ക്ക് കൂടെ നിൽക്കുന്നത് എൻ്റെ അനിയൻ്റെ മകനാണ് കേട്ടോ. ഇവർ 2 പേരും ഒരു 4 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവർ 2 പേരുടെയും ബർത്ത്ഡേ വന്നാൽ 2 പേരും ഒന്നിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതെപ്പോഴും അങ്ങനെയാണ്. 2 പേരും തമ്മിൽ നല്ല തല്ലുകൂടാറുമുണ്ട്, അതുപോലെ നല്ലപോലെ സ്നേഹിക്കാറുമുണ്ട്. ടിഷ്യൂവിൽ വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി അടുത്ത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ബൊഫേ ആണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ഫുഡ് എടുത്ത് കഴിക്കാം. അൺലിമിറ്റഡ് ഫുഡാണ്. അപ്പം നമ്മുടെ ആവശ്യത്തിന് എന്ത് ഫുഡ് വേണോ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എല്ലാവരോടും നന്നായി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെജും നോൺ വെജും ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ സ്പെഷ്യലാണ് ഈ കാന്താരി ചിക്കൻ. ഇത് ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫുഡായിരുന്നു. സീ ഫുഡ് ഐറ്റംസ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പയും നല്ല മീൻകറിയും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പ്രായമായി വരുമ്പോഴൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല സന്തോഷ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കേണ്ട ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. നമ്മൾ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല, എന്നാലും നമുക്കൊരാഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഈ പ്രായത്തിലൊന്നും കേക്ക് കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ബർത്ത്ഡേ അറിഞ്ഞിട്ടില്ല. ചിലപ്പം ക്ഷേത്രത്തിൽ മാത്രം പോവും, നമ്മൾ ദൈവത്തോട് മാത്രം പറയും.
ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ഞങ്ങൾ ഈ പറയുന്ന ഇത്രയും പേരും ഉള്ളായിരുന്നു. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഒരുപാട് പേരെ വിളിച്ച് നമ്മൾ ആഘോഷിച്ചു. 6 മണിക്ക് വന്നാൽ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോയപ്പോൾ രാത്രി 9 മണിയായി കേട്ടോ. അതുവരെ ഇവിടെ വന്ന് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്.